അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി കമാ യുഹിബ്ബു റബ്ബുനാ ജല്ല വഅല. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ നബിയ്യിനാ വഹബീബിനാ വസയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി ത്വയ്യിബീന ത്വാഹിരീൻ وعلى أزواجه الطاهرات أمهات المؤمنين وعلى أصحابه الأكرمين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. ഏറ്റവും ആദരണീയനായിട്ടുള്ള നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ പ്രിയപ്പെട്ട അധ്യാപകൻ മുഹമ്മദ് അലി സാറും അതുപോലെ മറ്റുള്ള അധ്യാപികമാർ, അതുപോലെ രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ ഇല്ലല്ലേ, എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കാരുണ്യം, റഹ്മത്ത് ചൊരിഞ്ഞ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം വർഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മൾ ഈ ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് മദ്രസയും പള്ളിയൊക്കെ പോയി ദീന് തന്നെ ഒരാറാം വിരൽ, നമ്മളെ കയ്യിൽ 5 വിരലാണല്ലോ, ആറാമത്തെ വിരലിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. അതുപോലെയുള്ള ഒരവസ്ഥയാണ് ദീന് തന്നെ പല ആളുകളും കണ്ടുകൊണ്ടിരിക്കുന്നത്. ദീനൊക്കെ ഒരു പഴഞ്ചനാണ്, അതിൻ്റെ ഒന്നും ആവശ്യമല്ല. നമ്മൾ പിന്നെ കുടുംബപരമായിട്ടൊക്കെ മുസ്ലിങ്ങളാണ്, വല്ല പള്ളിയിലൊക്കെ അങ്ങനെ അങ്ങനെ പോകുന്നു എന്നുള്ളതല്ലാതെ നാളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുമെന്നും അവിടെ വിചാരണയുണ്ടാകുമെന്നും അവിടെ ഞാൻ എൻ്റെ ഈ ജീവിതത്തിന് കണക്ക് പറയേണ്ടി വരുമെന്നും അവിടെ എൻ്റെ മാതാവോ പിതാവോ ബന്ധുക്കളോ ഫ്രണ്ട്സോ ഫാൻസോ ഒന്നും തന്നെ എന്നെ സഹായിക്കാനുണ്ടാവുകയില്ല എന്നുള്ള വിശ്വാസത്തോടുകൂടെ അവിടെ വിജയിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ വളരെ ആത്മാർത്ഥതയോടുകൂടെ ഇഖ്ലാസോടുകൂടെ ഈ ദീനിനോടുള്ള ഒരു സ്നേഹം, ഒരു കൂറ്, അങ്ങനെയുള്ള ആളുകളുടെ എണ്ണമൊക്കെ വളരെ ചുരുക്കമാണ്. ഞാൻ പരിശുദ്ധ ഖുർആനിലെ 66-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ സൂക്തത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ആ ആയത്തുണ്ടല്ലോ, മാതാവാകട്ടെ പിതാവാകട്ടെ എല്ലാവരും ഗൗരവമായി ചിന്തിക്കേണ്ടുന്ന ഒരു വചനമാണ്. അതായത് ഇപ്പം നമ്മുടെ കുട്ടി 10 വയസ്സായിട്ടുണ്ട്, അല്ലെങ്കിൽ 15 വയസ്സായിട്ടുണ്ട്, ആ കുട്ടി നമസ്കരിക്കുന്നില്ല. ഇപ്പോൾ സുബഹി നമസ്കരിച്ചില്ല എന്ന് വിചാരിക്കുക, സാരല്ല അവന് കിടക്കട്ടെ എന്ന് മാതാവോ പിതാവോ ഒക്കെ വിചാരിക്കുന്നുവെങ്കിൽ വേണമെങ്കിൽ 1-2 തവണയൊക്കെ വിളിച്ചിട്ടുണ്ടാവും, എഴുന്നേൽക്കുക നിസ്കരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അവന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ വയ്യ, അവൻ അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇനി വിളിക്കാൻ വയ്യ, ഇനിയിപ്പോൾ അവനെ ബുദ്ധിമുട്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ട് അവനെ അങ്ങോട്ട് ഉറങ്ങാൻ വിടുകയാണ്. അങ്ങനെയുള്ള ഒട്ടേറെ അനുഭവങ്ങളുണ്ട്. നമസ്കാരം മാത്രമല്ല, മറ്റുള്ള ദീനിൻ്റെ എത്രയോ പ്രധാനപ്പെട്ട നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, കടമകൾ, അതൊക്കെ നിർവഹിക്കുന്നതിൽ ഇതുപോലൊരു അലസത. അവിടെയാണ് ഈ ആയത്ത് 66-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ സൂക്തം, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങളുടെ നെഫ്സുകളെ നരകത്തിൽ നിങ്ങൾ കാത്തുകൊള്ളണം, സൂക്ഷിക്കണം. നിങ്ങളുടെ നെഫ്സുകൾ മാത്രമാണോ, വഅഹ്ലീകും നിങ്ങളുടെ കുടുംബത്തെയും. നിങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ അഖിലെന്ന് പറഞ്ഞാൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഭാര്യ, അതുപോലെ തന്നെ അയാൾക്കുണ്ടായിട്ടുള്ള മക്കൾ, അങ്ങനെ ആ വീട്ടിൽ താമസിക്കുന്ന കുടുംബമായിട്ട് നമ്മൾ പരിഗണിക്കുന്ന എല്ലാവരെയും നരകത്തിൽ നിന്ന് കാത്ത് രക്ഷിക്കാനുള്ള ഒരു കടമ നമുക്കുണ്ട് എന്ന് നമ്മൾ അറിയുക. ഭാര്യ വിചാരിക്കുകയാണ് ഭർത്താവ് ഇങ്ങനെ ഉറങ്ങുകയാണ്, സുബഹിക്ക് എഴുന്നേൽപ്പിച്ചാൽ അദ്ദേഹം ഒരുപക്ഷെ ചൂടാകും, അല്ലെങ്കിൽ അദ്ദേഹത്തിനൊരു ബുദ്ധിമുട്ടാകും എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തോട് നമസ്കരിക്കാൻ എഴുന്നേൽക്കാൻ മടിക്കുന്ന ആളുകൾ, അങ്ങനെ ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങളുടെ നെഫ്സുകളെ നരകത്തുനിന്ന് കാത്തുകൊള്ളുക, നിങ്ങളുടെ കുടുംബത്തെയും
എന്നാണ് അല്ലാഹു തആല പറയുന്നത്. എന്നിട്ട് ആ നരകത്തിന്റെ കാര്യങ്ങൾ പറയുന്നു. വഖൂദുഹന്നാസ് വൽ ഹിജാറ, നരകമെന്ന് പറയുന്നത് മനുഷ്യരെ കത്തിക്കപ്പെടുന്ന, കല്ലുകൾ കത്തിക്കപ്പെടുന്ന ഒരു സ്ഥലമാണെന്നാണ്, മനുഷ്യരെ കത്തിക്കപ്പെടുമെന്നാണ്. എന്നിട്ട് പറയുകയാണ് അലൈഹാ മലായികത്തുൻ ഗലാദുൻ ശിദാദ്, അവിടെ കഠിന മനസ്കരായിട്ടുള്ള പരുഷ സ്വഭാവികളായിട്ടുള്ള മലായികത്തുകൾ ഉണ്ട്. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ, അവർ അല്ലാഹുവിനെ ധിക്കരിക്കുകയില്ല, അല്ലാഹു എന്താണോ കൽപ്പിച്ചത് അത് പ്രവർത്തിക്കും. അപ്പോൾ ഈ ഒരൊറ്റ ആയത്തുണ്ടല്ലോ, പാരൻസ് മീറ്റിങ്ങിലെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഈ ആയത്ത് നിങ്ങളുടെ മനസ്സിൽ മായാതെ കിടക്കുന്ന രൂപത്തിൽ നിങ്ങൾ ഇത് ഓർമ്മിച്ച് വെക്കണം എന്നുള്ളതാണ്. ഓരോ ആളുകളും ഇതിൻ്റെ പരിഭാഷക്കെടുത്ത് വായിക്കണം. അതായത് നിങ്ങൾ നോക്കൂ, പിന്നെ ഉച്ചയായാൽ നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കുന്നു, അതിനേക്കാൾ പ്രാധാന്യത്തോടു കൂടെ ഇത് നാളെ റബ്ബ് ചോദ്യം ചെയ്യും. എൻ്റെ മക്കളോട് എന്തുകൊണ്ട് ദീനീപരമായിട്ടുള്ള, എൻ്റെ കുടുംബത്തോട് എന്തുകൊണ്ട് ദീനീപരമായിട്ടുള്ള ഉത്ബോധനം ഞാൻ നൽകിയില്ല എന്നുള്ള കാര്യം. എന്തായിരുന്നു നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥ? നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെയൊക്കെ മദ്രസ എല്ലാ ദിവസവും ഉണ്ടല്ലേ. ചില സ്ഥലത്ത് ഇങ്ങനെ വെട്ടി ചുരുക്കി അത് ആഴ്ചയിൽ 1 മണിക്കൂർ, ആഴ്ചയിൽ 2 മണിക്കൂർ, അങ്ങനെ പിന്നെ മദ്രസ എന്നുള്ളത് ഈ രൂപത്തിലൊക്കെ പോകുകയാണെങ്കിൽ കുറച്ചൊക്കെ കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇല്ലാതായേക്കാം. അല്ലാഹു അലം അതിനെ നിലനിർത്തി തരട്ടെ. നിങ്ങൾ നോക്കൂ, ഈ നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്, പിന്നെ ഈ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടികളെന്ന് പറയുമ്പോൾ തലയിൽ തട്ടിടുന്ന കുട്ടികളുടെ എണ്ണം അതൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടികൾ മാത്രമല്ല, യുവതികൾ ഉൾപ്പെടെ ഷാളിടും. എന്നിട്ട് അത് കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പിന്നെ അത് കഴുത്തിൽ മാത്രമായി ചുരുങ്ങും, തലയിൽ തട്ടുണ്ടാവില്ല. അങ്ങനെയുള്ളൊരു അവസ്ഥയാണ്. അത് മാത്രമല്ല, വളരെ ടൈറ്റായിട്ടുള്ള, നേർത്ത, ഇടുങ്ങിയ, നൈസായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് പെൺകുട്ടികളൊക്കെ നടക്കുന്നത്. എല്ലാവരും അല്ല, കുറേ ആളുകൾ. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്? പ്രവാചകന്റെ ഒരു വചനത്തിൽ കാണാം, 2 വിഭാഗം നരകത്തിലാണ്. ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ, വസ്ത്രം ധരിച്ച നഗ്നകൾ എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ പ്രത്യേകതകളൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ, നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗവും, പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളുടെ അവസ്ഥ എന്താ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഓരോ കുട്ടികൾ എങ്ങനെയാണ് മുടി വെട്ടുന്നത്? ചില കുട്ടികൾ കഴുത്തിൽ മാല ധരിക്കുന്നു, വെള്ളിയുടെ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള കളറുള്ള മാല ധരിക്കുന്നു, കയ്യിൽ വള ധരിക്കുന്നു. ഓരോ സംസ്കാരങ്ങൾ അവർ പുലുക. ഇന്നലെ ഒരു ഹോസ്പിറ്റലിൽ പോകണ്ടായി. അപ്പോൾ ഒരു 10-40 വയസ്സായ ഒരു മനുഷ്യൻ ട്രൗസർ ഇട്ടിട്ടാണ് അങ്ങോട്ട് വന്നുള്ളത്. ഒരുപാട് സ്ത്രീകളുണ്ട്, ആളുകളുണ്ട്. അപ്പോൾ ഒരു ലജ്ജ എന്ന് പറയുന്നത് ആളുകളുടെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. അപ്പോൾ ഈ രൂപത്തിലാണ് ലോകം വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, നമ്മുടെയൊക്കെ വീടുകളിൽ, പിന്നെ എല്ലാവരുടെ വീട്ടിലും 5-6 പിന്നെ മൊബൈലുകളാണ്. അതിൽ ഈ കുട്ടികൾ ഇപ്പോൾ പല സംഗതികളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ദുഷിച്ച സ്വഭാവങ്ങൾ, വർജിക്കേണ്ടതായ സ്വഭാവങ്ങൾ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഏതുപോലെ ക്യാൻസർ എത്രമാത്രം അപകടമാണ്. ഒരാൾക്ക് ക്യാൻസർ ഉണ്ടായാൽ അതിന് വലിയ ചികിത്സ ആവശ്യമാണ്. എന്നതുപോലെ നമ്മുടെ വീടുകളിലൊക്കെ എന്ത് വേണം? ചികിത്സ, ഓപ്പറേഷൻ തിയേറ്ററുകൾ വേണം. ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? ഖുർആൻ കൊണ്ടുള്ള ഓപ്പറേഷൻ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തിരുസുന്നത്ത് കൊണ്ടുള്ള ഓപ്പറേഷൻ വേണം. പെൺകുട്ടികൾ പച്ച കുത്തുക, ആൺകുട്ടികൾ ടാറ്റു എന്ന് പറയില്ലേ, പച്ച കുത്തുക, അതൊക്കെ ഇപ്പോൾ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ, മുസ്ലിം പേരുള്ള കുട്ടികൾ കേട്ടോ, അവരുടെ പശ്ചാത്തലം എന്താ നമുക്ക് അറിഞ്ഞുകൂടാ. സമൂഹ മാധ്യമങ്ങൾ നമുക്ക് കാണാം. പച്ച കുത്തുന്നത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അതിനെ പിന്നെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടുള്ള സംഭവങ്ങൾ കാണാം. അതുപോലെ ലഹരി പദാർത്ഥങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ എന്തെല്ലാം സംഭവങ്ങളാണ്. നമ്മുടെ നാട് വളരെയധികം വലിയൊരു രോഗം ബാധിച്ചതുപോലെയാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്നുള്ളതാണ്. അപ്പോൾ ഈ പരിശുദ്ധ ഖുർആനിൻ്റെ വചനം അത് നമ്മോട് ആവശ്യപ്പെടുന്നത് എന്താ? ഓരോ മാതാപിതാക്കളും തങ്ങളുടെ മക്കളെ, ഇവിടെയുള്ള ഓരോ രക്ഷിതാക്കളും അവരുടെ മക്കൾ എന്ത് ചെയ്യണം? അദ്ദിബൂഹും വഅല്ലിമുഹുന്ന, അവർക്ക് മതപരമായിട്ടുള്ള അദബുകൾ, ശിക്ഷണങ്ങൾ നൽകാൻ ബാധ്യതപ്പെട്ടവരാണെന്നാണ്.
നമ്മുടെ മക്കൾക്ക് എന്ത് ചെയ്യണം? ദീനിൻ്റെ തത്വങ്ങൾ, കൽപ്പനകൾ, നിർദ്ദേശങ്ങൾ അത് നമ്മൾ പകർന്നു കൊടുക്കണം, അവരെ പഠിപ്പിക്കണം. അള്ളാഹു അനുവദിച്ചതേത്, അള്ളാഹു വിലക്കിയതേത്, അള്ളാഹു ഇഷ്ടപ്പെടുന്നതേത്, അള്ളാഹു വെറുക്കുന്നതേത്, സ്വർഗം കിട്ടാൻ എന്ത് വേണം, നരകത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറാവണം. നമുക്ക് തോന്നും നമ്മൾ കുട്ടികൾക്ക് എന്ത് ചെയ്യും, പെരുന്നാൾ വന്നാൽ അല്ലെങ്കിൽ കല്യാണം വന്നാൽ ഒക്കെ ആയിരുന്നു മുമ്പ് കാലത്തൊക്കെ ഡ്രസ്സ് വാങ്ങിയിരുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഒരാൾ ഡ്രസ്സ് വാങ്ങി ഒരു 2 മാസം ആകുമ്പോഴേക്ക് വീണ്ടും ഡ്രസ്സ് വാങ്ങണം. ആ രൂപത്തിൽ വലിയ ആഡംബരവും ധൂർത്തും അമിതവ്യയവും ആ രൂപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ മാതാപിതാക്കൾ ഇങ്ങനെ പച്ചക്കൊടി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ദീനീപരമായ കാര്യത്തിൽ നമ്മുടെ മക്കളെ എത്രമാത്രം നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്? ഇപ്പോൾ പരീക്ഷയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. രക്ഷിതാവ് എന്നുള്ള നിലക്ക് നമുക്ക് ഒരു പരീക്ഷ അത് നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര മാർക്ക് കിട്ടും? മതപരമായി നമ്മുടെ മക്കളെയും കുടുംബാംഗങ്ങളെയും വളർത്തുന്ന കാര്യത്തിൽ നമ്മൾ രക്ഷിതാക്കൾ, ബാപ്പയും ഉമ്മയും പരീക്ഷയ്ക്ക് വിധേയമായി നമുക്ക് എത്ര മാർക്ക് കിട്ടും? ശ്രദ്ധിക്കുക സഹോദരങ്ങളെ. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതി. നിങ്ങളെല്ലാവരും ഭരണാധികാരികളാണ്. അതാ അവിടെ ഇരിക്കുന്ന സഹോദരിമാർ ഭരണകർത്താക്കളാണെന്നാണ്. നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന ഭരണകർത്താവ് എന്ന് പറഞ്ഞാൽ കസേരയിൽ ഇരുന്ന് ഞാനൊരു അധികാരിയാണ് എന്നുള്ള ആ ഒരു അഹങ്കാരത്തിന് വേണ്ടിയല്ല. നിങ്ങളെന്താണ്? ഈ ഭരണാധികാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും എന്നാണ്. നിങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ അടക്കമുള്ള എല്ലാവരും ചോദ്യം ചെയ്യപ്പെടും. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ, ഒരു കുടുംബനാഥൻ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ അവർക്കൊക്കെ അവരുടെ അവകാശങ്ങൾ നൽകിയിട്ടുണ്ടോ എന്ന് ചോദ്യം ചെയ്യപ്പെടും. അതുപോലെ വീട്ടിലെ ഗൃഹനാഥ അവൾ ചോദ്യം ചെയ്യപ്പെടും. വൽ മർഅതു ഫീ ബൈതി സൗജിഹാ റാഇയത്തുൻ. ഭർത്താവിൻ്റെ വീട്ടിലെ ഭരണാധികാരി, അവളുടെ വീട്ടിലെ ഭരണാധികാരി ആരാ? അവളാണ്, ആ സ്ത്രീയാണ്. വഹിയ മസ്ഊലത്തുൻ അൻ റഇയതിഹാ. അവളുടെ കർത്തവ്യത്തെ സംബന്ധിച്ച് റബ്ബ് ചോദ്യം ചെയ്യും. എന്താ മറുപടി പറയാനുണ്ടാകുക? ഇനി നിങ്ങൾ നോക്കൂ, ചില രക്ഷിതാക്കളുണ്ട് കുട്ടികളോട് ഇങ്ങനെ ഉപദേശത്തിൻ്റെ പെരുമഴക്കാലം എന്നൊക്കെ പറയില്ലേ, ഒരുപാട് ഉപദേശങ്ങൾ നൽകും. നേരം വെളുത്ത് എഴുന്നേറ്റത് മുതൽ ഇങ്ങനെ ഉപദേശങ്ങൾ നൽകും. പക്ഷേ സ്വയം മാതൃകയാകുമോ? കുട്ടികളോട് നുണ പറയരുതെന്ന് പറയും. എന്നിട്ട് രക്ഷിതാക്കൾ അയൽപക്കത്തുള്ള സ്ത്രീകളോടോ അല്ലെങ്കിൽ ഫോണിൽ വിളിക്കുമ്പോൾ ആളുകളോടൊക്കെ ഇങ്ങനെ കളവ് പറയുന്നത് കുട്ടികൾ കാണുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ്? നിങ്ങൾ നോക്കൂ, നമ്മുടെ വാക്കും നോക്കും, നമ്മുടെ ചലനങ്ങളും നമ്മുടെ വേഷങ്ങളും നമ്മുടെ പ്രവൃത്തികളും ഒക്കെ കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ അത് അനുകരിക്കും, നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ഒരു ചിന്ത നമുക്കുണ്ടാവണം. നമ്മളെങ്ങാനും തെറ്റായ രൂപത്തിൽ ഉപദേശങ്ങൾ നൽകി മാതൃകയാകാതിരുന്നാൽ എന്താ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്? ഖുർആൻ എന്താ പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾക്ക് ആയത്ത് പറയാൻ പറ്റുമോ? നിങ്ങൾ മറ്റുള്ളവരോട് ഉപദേശം നൽകുകയും സ്വന്തത്തെ മറക്കുകയും ചെയ്യുന്ന ആളുകളെ ആക്ഷേപിച്ചുകൊണ്ടുള്ള എത്ര വചനങ്ങളാ വിശുദ്ധ ഖുർആനിലുള്ളത്? അതഅ്മുറൂനന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസകും വഅൻതും തത്ലൂനൽ കിതാബ് അഫലാ തഅഖിലൂൻ. നിങ്ങൾ ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയും സ്വന്തത്തെ മറക്കുകയും വിശുദ്ധ വേദഗ്രന്ഥം പാരായണം ചെയ്യുകയും ചെയ്യുന്നു. അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അല്ലാഹു തആല ചോദിക്കാൻ സൂറത്തുൽ ബഖറയുടെ 44-ാമത്തെ വചനമാണ്. അപ്പം മക്കളോട് നമ്മളിങ്ങനെ കൽപ്പിക്കുക. എന്നിട്ട് നമ്മൾ അതാണല്ലോ പല കുടുംബങ്ങളും മതപരമായിട്ട് പരാജയപ്പെടാനുള്ള കാരണം എന്താ? രക്ഷിതാക്കളൊട്ടും മാതൃകയല്ല എന്നുള്ളതാണ്. രക്ഷിതാക്കൾ നന്മയുടെ കാര്യത്തിൽ വളരെ വളരെ പിറകിലായിരിക്കും. അതുകൊണ്ട് മക്കൾ എന്ത് ചെയ്യുന്നു? വഴികെട്ടു പോകുന്നു. ഇത് നിങ്ങൾ ഇത്തരം വചനങ്ങളുണ്ട്. സൂറത്ത് സഫിലൊരായത്തുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ. പ്രവർത്തിക്കാത്തത് എന്തിനാണ് നിങ്ങൾ പറയുന്നത് എന്നാണ് സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് ചോദിക്കാൻ. എന്നിട്ട് പറയുന്നു, കബുറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലൂ മാ ലാ തഫ്അലൂൻ. പ്രവർത്തിക്കാത്തത് എങ്ങനെ ജനങ്ങളോട് ഉപദേശിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ അടുക്കൽ വമ്പിച്ച പാപമാണ്, കുറ്റകൃത്യമാണ് എന്നുള്ളതാണ്.
അപ്പോൾ നമ്മുടെ മക്കളല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യാത്ത, നമുക്കാ നന്മയൊന്നും വേണ്ട, മക്കൾക്ക് മതി എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് ശരിയല്ല. നമ്മൾ എന്ത് ചെയ്യണം? മാതൃകയാവണം എന്നുള്ളതാണ്. നമ്മൾ രക്ഷിതാക്കൾ മാറണം. ഇപ്പം ഇതൊക്കെ നിങ്ങൾ എന്നും മുതലേ കേൾക്കാൻ തുടങ്ങിയിട്ടുള്ള ആയത്തുകളും ഹദീസുകളും സംഭവങ്ങളും ആയിരിക്കാം. പക്ഷേ നമ്മൾ മാറേണ്ടതുണ്ട്. എന്താ നമ്മുടെയൊക്കെ അവസ്ഥ? നമുക്ക് തോന്നും നമ്മളൊക്കെ ഇനിയും ഒരുപാട് കാലം ജീവിക്കും, അല്ലെങ്കിൽ നമുക്കൊക്കെ അനന്തമായിട്ട് ജീവിച്ച് സന്തോഷിച്ച് അടിച്ച് പൊളിച്ച് അങ്ങനെ മരണത്തിൻ്റെ കുറച്ച് മുമ്പൊക്കെ നന്നായി ജീവിച്ച് അങ്ങനെ മരിക്കാം. അങ്ങനെയൊന്നും ആരും വിചാരിക്കേണ്ടതില്ല. ആരും എപ്പോഴും മരിക്കാം. അങ്ങനെയാണല്ലോ പരിശുദ്ധ ഖുർആൻ പറയുന്നതാണല്ലോ, എപ്പോഴും മരണം സംഭവിക്കാം. ആ ഒരു ബോധം നമുക്കെന്താ? നമ്മുടെ ഈമാനിൻ്റെ കുറവ് കൊണ്ടാണ് നമ്മൾക്ക് എപ്പോഴും മരിക്കും എന്നുള്ള ഒരു ചിന്ത ഇല്ലാത്തത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, സുഖങ്ങളെയും ഐശ്വര്യങ്ങളെയും ഒക്കെ നശിപ്പിച്ച് കളയുന്ന ആ മരണമെന്ന് പറയുന്ന സംഗതിയെക്കുറിച്ച് നിങ്ങൾ ധാരാളമായിട്ട് ഓർക്കുമിനി എന്നാണ്. വല്ലപ്പോഴും മരണത്തെക്കുറിച്ച് ഓർക്കാനല്ല പറഞ്ഞത്, ധാരാളമായിട്ട് ഓർക്കണമെന്ന. എപ്പോഴും മരിക്കും എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടാവണം, ഇടക്കിടക്ക് അതുണ്ടാവണം. എന്നാലാണ് നമുക്ക് ഞാൻ മരിക്കും, അവിടെ വിചാരണ ചെയ്യപ്പെടും, അവിടെ ഒറ്റക്കായിരിക്കും, അതാണല്ലോ നെഫ്സി നെഫ്സി എന്നുള്ള ആ ഒരു ചിന്ത നിങ്ങൾ നോക്കൂ. അപ്പോൾ ആ ഒരു ബോധം മക്കൾ കാരണം ചില രക്ഷിതാക്കളൊക്കെ എന്ത് ചെയ്യുന്നറിയോ? മക്കളങ്ങനെ ഈ പൊതുവിദ്യാഭ്യാസം, ഭൗതിക വിദ്യാഭ്യാസം അതിന് വമ്പിച്ച് പ്രാധാന്യം നൽകണം. പക്ഷേ മതവിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകില്ല. ഭൗതിക വിദ്യാഭ്യാസത്തിന് വമ്പിച്ച പ്രാധാന്യം നൽകിക്കൊണ്ട് അവരെന്ത് ചെയ്യും? അതിനിങ്ങനെ പ്രോത്സാഹിപ്പിക്കും. എന്നിട്ട് ഫുൾ A+ കിട്ടുക എന്നത് മാത്രം ലക്ഷ്യം. അങ്ങനെ ഫുൾ A+ കിട്ടി, അത് വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ മതപരമായിട്ട് അവർ പുറകിലാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? പരലോകത്ത് എങ്ങനെ നമ്മളെ കുട്ടികൾ നമുക്ക് ഉപകാരപ്പെടുക? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. എത്രയോ രക്ഷിതാക്കൾ അവർ മരണപ്പെടുമ്പോൾ അല്ലെങ്കിൽ വാർദ്ധക്യം പ്രാപിക്കുമ്പോൾ ആ രക്ഷിതാക്കളെന്ന് കൈപിടിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോകാനോ അവരോടൊന്ന് സ്നേഹത്തിൻ്റെ വാക്കുകൾ പറയാനോ. ഇപ്പോഴത്തെ അവസ്ഥ എന്താ പറയുക? കുട്ടികളൊക്കെ ഉന്നത പഠനത്തിന് വേണ്ടിയിട്ട് കാനഡ, UK അങ്ങനെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സ്ഥാപനത്തിൻ്റെ മേധാവി അദ്ദേഹം പറയണ്ടായി, കുട്ടികൾ ഈ +2 ഒക്കെ കഴിഞ്ഞാലുണ്ടല്ലോ വിദേശ സർവകലാശാലകളിൽ പഠിക്കാനായിട്ട് പോകാൻ. അങ്ങനെ അവിടെ എന്തെങ്കിലുമൊക്കെ നിസ്സാരമായി ജോലി കിട്ടും. ആ ജോലി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ശമ്പളം കിട്ടും. പഠനം കഴിഞ്ഞിട്ട് ഒരു 3 മണിക്കൂറോ 4 മണിക്കൂറൊക്കെ ജോലി ചെയ്താൽ അത്യാവശ്യം നല്ല ശമ്പളം കിട്ടും. കാനഡ, ഓസ്ട്രേലിയ ആ ഭാഗത്തൊക്കെ. അങ്ങനെ പിന്നീട് എന്ത് ചെയ്യുന്നു അറിയോ? കല്യാണമൊക്കെ കഴിച്ചിട്ട് അവിടെ സെറ്റിലാകുക എന്നുള്ളതാണ്. ഇവരൊക്കെ ഭാര്യയും ഭർത്താവുമായിട്ട് അവിടെ സെറ്റിലാകുക. അങ്ങനെ ഇവിടെ മാതാപിതാക്കൾക്ക് മക്കളെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും കുട്ടികൾ അങ്ങനെ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ കുട്ടികളെ വെറും A+ അത് മാത്രം ലക്ഷ്യമാക്കി നമ്മൾ മുന്നോട്ട് പോകാൻ പാടില്ല. അത് വളരെ നല്ല കാര്യമാണ്. ഈ ഭൗതികമായ വിദ്യാഭ്യാസം ഉണ്ടാവുക, അവർ ഉന്നതമായ തലത്തിലെത്തുക എന്നുള്ളത്. പക്ഷേ മതപരമായിട്ടുള്ള ഇങ്ങനെയുള്ള മദ്രസ, ഇതിൻ്റെ പ്രാധാന്യം എന്ത് നമ്മൾ അറിയണം. നിങ്ങൾ നോക്കൂ, നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഈ മദ്രസയൊക്കെ നമ്മൾ സ്ഥാപിക്കണം. ഞാൻ പലപ്പോഴും സന്തോഷം എൻ്റെ ഞാൻ ഓർക്കുന്നത്, ഇപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഇരുത്തി പുകഴ്ത്തല്ല, പരിശുദ്ധ ഖുർആൻ ഈ മദ്രസ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കൂ, ഇതിനെ കൂടുതൽ സജീവമാക്കി നിർത്തേണ്ടുന്ന ഒരു ചുമതല കൂടെ പ്രത്യേകം നിങ്ങൾക്കുണ്ടെന്ന് മനസ്സിലാക്കുക. ഇവിടെ പഠിക്കുന്ന കുട്ടികൾ വിശുദ്ധ ഖുർആനെ നന്നായി പാരായണം ചെയ്യാൻ കഴിയുന്നവരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പല മദ്രസകളിലും പഠിച്ചാൽ ഖുർആൻ നന്നായി പാരായണം ചെയ്യാൻ കഴിയാത്ത മക്കളാണ്. 5ഉം 6ഉം കൊല്ലമൊക്കെ പഠിച്ചിട്ട് ഏതെങ്കിലും ഖുർആൻ എന്നിട്ട് മറിച്ചാൽ ഏതെങ്കിലും ഒരു സൂറത്ത് തെറ്റില്ലാതെ ഓതാൻ അവർക്ക് കഴിയാത്ത അനുഭവങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷിക്കാം, അഭിമാനിക്കാം ഇവിടുത്തെ അധ്യാപകരെ കുറിച്ച്. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത്, മക്കൾക്ക് ഭൗതിക വിദ്യാഭ്യാസം മാത്രം നൽകി മതവിദ്യാഭ്യാസത്തെ ചെറുതാക്കി കാണിക്കുക എന്നുള്ളത് അത് ശരിയല്ല. പരിശുദ്ധ ഖുർആൻ എന്താ പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്. എന്താ അതിൻ്റെ അർത്ഥം? സത്യവിശ്വാസികളെ, നിങ്ങളുടെ സമ്പത്തുകൾ, നിങ്ങളുടെ സന്താനങ്ങൾ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് നിങ്ങളെ തെറ്റിക്കാതിരിക്കട്ടെ, അശ്രദ്ധരാക്കാതിരിക്കട്ടെ എന്നുള്ള
അപ്പം നമ്മുടെ മക്കൾ കാരണം അള്ളാഹുവിൻ്റെ ദിക്ർ, അള്ളാഹുവിൻ്റെ ദീന്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ അതിന്ന് മാറിപ്പോകുന്ന ദുഃഖകരമായൊരവസ്ഥ നമുക്കുണ്ടാകാനായിട്ട് പാടുള്ളതല്ല എന്നുള്ളതാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. മകന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ള, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു പ്രവാചകൻ്റെ പേര് പറയൂ. ശബ്ദത്തിൽ പറയൂ. വെരി ഗുഡ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാം അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു പ്രാർത്ഥനയല്ല, പല പ്രാർത്ഥനകളുണ്ട്. അതിൽ ഒന്ന് 14-ാം അധ്യായം സൂറ ഇബ്രാഹിമിൻ്റെ 35-ാമത്തെ വചനമാണ്. ഇത് കാല ഇബ്രാഹിമു റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് ആ നാട്ടിന് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹം സത്യത്തിൽ ജന്മം കൊണ്ടത് എവിടെയാണ്? ഇറാഖിലാണ്. ആര്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജന്മം കൊണ്ടത്. പിന്നീട് അദ്ദേഹം ഷാമിൽ പോയി, ഫലസ്തീനിൽ പോയി, അവിടെ നിന്ന് മക്കയിലേക്ക് വന്നു. മക്കയിൽ പിന്നെ ഭാര്യയെയും കുഞ്ഞിനെയും ആക്കുന്ന ഘട്ടത്തിലാണ് പ്രാർത്ഥിക്കുന്നത്, നാഥ ഈ നാടിനെ നിർഭയത്വമുള്ള നാടാക്കി മാറ്റണമേ എന്ന്. എന്നിട്ട് അദ്ദേഹം പറയാണ്, വജ്നുബ്നി വബനിയ അൻ അഅ്ബുദൽ അസ്നാം, വജ്നുബ്നി വബനിയ അൻ അഅ്ബുദൽ അസ്നാം. നാഥ എന്നെയും എൻ്റെ മക്കളെയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന അഥവാ ശിർക്കിൽ നിന്ന് അകറ്റണമേ എന്ന് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ആലോചിക്കണം, നമ്മുടെ മക്കളൊക്കെ നമ്മുടെ മക്കൾ തികഞ്ഞ ഏകദൈവ വിശ്വാസികളാകാൻ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? അല്ലെങ്കിൽ പ്രാർത്ഥിക്കേണ്ടതല്ലേ? നമ്മൾ ചിന്തിക്കുക. നമ്മുടെ മക്കൾ ഇങ്ങനെ ഒരുപാട് വിദ്യാഭ്യാസമൊക്കെ നേടി അങ്ങനെ ജീവിക്കുന്നു, സമൂഹത്തിൽ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ഷിർക്കൻ പ്രവർത്തനങ്ങൾ, എന്തെല്ലാം ഷിർക്കൻ പ്രവർത്തനങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നത്. അതൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ആ മക്കൾ എവിടെയാണ് ചെന്നുപെടുക? ഷിർക്ക് ചെയ്താൽ എന്താ കിട്ടാൻ വേണ്ടി പോകുന്നത്? പറയൂ. ഷിർക്ക് ചെയ്താൽ എന്തായിരിക്കും? നരകമായിരിക്കും. പരിശുദ്ധ ഖുർആൻ സൂറത്ത് നിസായിൽ പറയുന്നുണ്ട്, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ഷിർക്ക് ചെയ്തവന് സ്വർഗ്ഗം ഹറാമാണ്, വമഅ്വാഹുൻ നാർ, അവരുടെ സങ്കേതം നരകമാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കുട്ടികളൊക്കെ ദീനീ ബോധമില്ലാതെ വളർന്നിട്ട് ഷിർക്കൻ പ്രവർത്തനങ്ങൾ എന്തെല്ലാം. ഇപ്പോൾ മുസ്ലിം തറവാടുകളിലൊക്കെ ഈ പാലുകാച്ചൽ എന്നുള്ള പിന്നെ ഹൗസ് വാമിങ്ങിന് പാലുകാച്ചൽ എന്നുള്ള ഏർപ്പാടുണ്ടല്ലോ. പാലുകാച്ചൽ എന്താ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പാലുകാച്ചൽ എന്താണ്? സത്യത്തിൽ അഗ്നിദേവനെ തൃപ്തിപ്പെടുത്തുകയാണ്. അതായത് സത്യത്തിൽ ഈ പാലുകാച്ചൽ എന്താ അറിയോ? ഗണപതി ഹോമം നടത്തി ആ ഹോമകുണ്ടത്തിൽ നിന്ന് അഗ്നി എടുത്തിട്ട് മൺകലത്തിൽ പാല് പിന്നെ ഒഴിച്ചിട്ട് ആ അഗ്നി കൊണ്ട് തീ കത്തിച്ച് അങ്ങനെ പാല് തിളച്ച് മറിഞ്ഞ് ആ പാലെന്ത് ചെയ്യണം? അഗ്നിയിലേക്ക് വീഴണം. അപ്പോഴാണ് അഗ്നിദേവന് തൃപ്തിയാകുക. എന്തിനാ അങ്ങനെ തൃപ്തിപ്പെടുന്നത്? അഗ്നിദേവൻ കാരണമാണ് അന്നം, ഭക്ഷണം കിട്ടുന്നത് എന്നുള്ളതാണ്. എന്നാലേ ആ വീട്ടിൽ ഭക്ഷണം മുടങ്ങാതിരിക്കുകയുള്ളൂ എന്നുള്ള ചിന്തയാണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, അങ്ങനെയുള്ള ഹൈന്ദവ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതുപോലെ തന്നെ അന്ധവിശ്വാസവുമൊക്കെ മുസ്ലിം സമൂഹം എത്രയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? രാഖി കെട്ടുന്ന, രക്ഷാബന്ധൻ കെട്ടുന്ന കാര്യം നമ്മൾ പറഞ്ഞില്ലേ? എത്രയോ പെൺകുട്ടികൾ, ആൺകുട്ടികൾ ഒക്കെ ഇത് കെട്ടി നടക്കുകയാണ്. അപ്പോൾ അതൊക്കെ എന്താണ്? പുരാണങ്ങളിൽ പറയുന്ന സംഭവങ്ങളാണ്, അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളുമാണ്. അതുമാത്രമല്ല, ഇന്ന് എന്തെല്ലാം രൂപത്തിലാണ് ഷിർക്കൻ പ്രവർത്തനങ്ങൾ കടന്നു വരുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ പറയാനുള്ളത്, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു, നമ്മളൊക്കെ എന്ത് ചെയ്യണം? നമ്മുടെ മക്കൾ ഏകദൈവ വിശ്വാസികളായിട്ട് മുന്നോട്ട് പോകാൻ, ജീവിക്കുവാൻ, ഷിർക്ക് കലരാത്ത ഏകദൈവ വിശ്വാസമുള്ള ആളുകളായിട്ട് ജീവിക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചല്ലോ, അള്ളാഹുവേ മക്കത്ത് എന്ത് ചെയ്യണം? ഒരു പ്രവാചകനെ നിയോഗിക്കണമേ എന്നുള്ളതാണ്. റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും, അവരുടെ കൂട്ടത്തിൽ നിന്നൊരു റസൂലിനെ നിയോഗിക്കണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചു. അതുകൊണ്ടാണല്ലോ മുഹമ്മദ് നബി പറഞ്ഞത്, അന ദഅവതു അബി ഇബ്രാഹിം, ഞാൻ എൻ്റെ പിതാവായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമാകുന്നു എന്നാണ്. എൻ്റെ പിതാവ് എന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെക്കുറിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതെന്താ പഠിപ്പിക്കുന്നത്? മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മളെന്താ പ്രാർത്ഥിക്കാറുള്ളത്? നമ്മൾ അവർക്ക് ആരോഗ്യം അല്ലെങ്കിൽ അവർക്ക് സമ്പത്ത് ഇതൊക്കെ ഉണ്ടാകാൻ പ്രാർത്ഥിക്കും. പക്ഷേ ദീനീ ബോധമുണ്ടാകാൻ,
അവർ തൗഹീദുള്ള മുവഹിദുകളാകാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ഖുർആനിൽ ഇബ്രാഹിം നബിയുടെ മറ്റൊരു പ്രാർത്ഥന ഉണ്ടല്ലോ, റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. എന്താ അതിൻ്റെ താല്പര്യം? മക്കൾ നമസ്കരിക്കുന്ന ആളുകളായി മാറാൻ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ കൽപ്പിക്കുക മാത്രമല്ല, മക്കളോട് പള്ളിയിലേക്ക് അവരെ പറഞ്ഞു വിടുക മാത്രമല്ല, അതിന് പ്രോത്സാഹനം നടത്തുക മാത്രമല്ല, എൻ്റെ മക്കൾ നമസ്കരിക്കുന്ന ആളുകളായി മാറാൻ. ഇപ്പോൾ അവർ വീട്ടിലുണ്ടാകുമ്പോൾ മാത്രമല്ല, അവർ കോളേജിൽ പോയാൽ, സ്കൂളിൽ പോയാൽ, സമീപത്ത് പള്ളി ഉണ്ടാകുമല്ലോ, അല്ലെങ്കിൽ സ്കൂളിൽ തന്നെ നമസ്കരിക്കാൻ സൗകര്യം ഉണ്ടാകുമല്ലോ, ടൂറ് പോയാൽ, എവിടെയായിരുന്നാലും ശരി. ഇനി അതല്ല, പഠനമൊക്കെ കഴിഞ്ഞിട്ട് വിദേശത്തേക്ക് ജോലി പോവുകയാണ്. അപ്പോൾ അങ്ങനെ ടൂറ് പോയാലും ജോലിക്ക് പോയാലും കല്യാണത്തിന് പോയാലും നമസ്കാരം മുടക്കാതിരിക്കാൻ എന്ത് വേണം? അവരുടെ ഈമാൻ അവരുടെ മനസ്സിൽ കുത്തി നിറക്കണം. ഈമാൻ അവരുടെ മനസ്സിൽ പ്രവേശിപ്പിക്കണം. അത് നമ്മൾ അങ്ങനെ പ്രോത്സാഹനവും ഉപദേശമൊക്കെ നൽകുന്നതോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നൽകുന്ന പാഠം എന്ന് നമ്മൾ മനസ്സിലാക്കുക. മഹാനായിട്ടുള്ള ഇബ്രാഹിം നബിയുടെ ആ പ്രാർത്ഥനയുടെ ഫലമാണ് മുഹമ്മദ് നബി എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ നമ്മുടെ മക്കളുടെ മക്കൾക്കൊക്കെ പ്രാർത്ഥിക്കുക, അവരൊക്കെ നന്നാവട്ടെ. നമ്മുടെ പ്രാർത്ഥന കാരണമായിരിക്കാം നമ്മുടെ മക്കൾ നേരെ ജീവിക്കുന്നതും അവർ നാളെ സ്വർഗത്തിലേക്ക് പോകുന്നതുമൊക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ദീനീപരമായ അന്തരീക്ഷം ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഈ മദ്രസ എന്ന് പറയുന്ന ഈ സ്ഥാപനം ഇവിടെ നമ്മുടെ മക്കളിതിലേക്ക് പറഞ്ഞേക്കണം. അവൻ ഇന്ന സ്കൂളിലാണ്, അവിടെ സമയമല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ മദ്രസ മുടക്കാൻ വേണ്ടി പാടുള്ളതല്ല. മദ്രസ എന്നുള്ളത് നിങ്ങൾ നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കണ്ണിലെ കൃഷ്ണമണി പോലെ അതിന് നമ്മൾ എത്രമാത്രം സംരക്ഷിക്കുന്നു. ഇതുപോലെ മദ്രസയെ സംരക്ഷിക്കണം. ഇതിന് 10 രൂപ അധികം കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് ഒരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല. ഇതിലേക്ക് നിങ്ങൾ മറ്റുള്ള വിരുന്നോ മറ്റുള്ള സൽക്കാരോ ഒക്കെ ഒന്ന് നീട്ടിവെച്ച് നമ്മളിങ്ങോട്ട് വരിക, ഇവിടെ ഇങ്ങോട്ട് വന്ന് ചോദിക്കുക, എൻ്റെ കുട്ടിയുടെ പഠന പുരോഗതി എങ്ങനെയുണ്ട്, എൻ്റെ കുട്ടി എഴുതി വരാറുണ്ടോ, ഹോംവർക്ക് ചെയ്യാറുണ്ടോ, എൻ്റെ കുട്ടിക്ക് മയ്യത്ത് നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ അറിയുമോ? നമ്മൾ ആലോചിക്കണം. നിങ്ങൾ നോക്കൂ, എന്തെല്ലാം അനുഭവങ്ങളാണ്. ഈ അടുത്ത് ഞങ്ങളുടെ നാട്ടിലൊരാൾ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരമക്കളൊക്കെ ഉണ്ട്. പേരമക്കൾ എന്ന് പറഞ്ഞാൽ 10, 18, 19 വയസ്സായ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊന്നും മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകാതെ, ആ നാട്ടിലെ ഉസ്താദിനെ പോലും നിർത്താതെ മയ്യത്ത് നമസ്കാരത്തിന് 8-10 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു തങ്ങളെ കൊണ്ടുവന്ന് നിർത്തി. നമ്മൾ ആലോചിക്കണം, ഈ ഒരു അവസ്ഥ നമുക്കുണ്ടാകാൻ പറ്റില്ല. നമ്മളെന്ത് ചെയ്യണം? നമ്മുടെ മക്കളായിരിക്കണം നമ്മുടെ മയ്യത്തൊക്കെ നമസ്കരിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത ആളുകളായിരിക്കണം. അപ്പോൾ അതിനെന്ത് ചെയ്യണം? അവരെ പ്രാപ്തരാക്കണം. ആർക്കാണ് ഉറപ്പ് പറയാൻ കഴിയുക? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പറയാൻ പറ്റുമോ? എൻ്റെ കുട്ടിക്ക് മയ്യത്ത് നമസ്കാരം ആദ്യാവസാനം കൃത്യമായിട്ട് അറിയാൻ പറ്റുമെന്ന് ആർക്ക് പറയാൻ പറ്റും? കഴിയുമോ? നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, ഇതൊക്കെ എങ്ങനെ നേടിയെടുക്കാം? നമ്മളെന്ത് ചെയ്യണം? ഈ പ്രസ്ഥാനത്തെ, ഈ മദ്രസയെ നമ്മൾ ഉഷാറാക്കണം. നമ്മളിതിന് സഹായങ്ങൾ നൽകണം. എന്ന് പറഞ്ഞാൽ സമ്പത്ത് കൂടുതലായി നൽകണം എന്നല്ല ഞാൻ പറയുന്നത്. വേണ്ട ആവശ്യത്തിന് നൽകുക, അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? ഇതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുക, ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുക, കാര്യങ്ങൾ മക്കളുടെ പഠന പുരോഗതിക്ക് ചോദിക്കുക. എല്ലാ കാര്യങ്ങളിലും നമ്മളുടെ ശ്രദ്ധ വേണം. വീട്ടിലൊരു സംഗതി നമ്മൾ അന്വേഷിക്കുന്നു, അതുപോലെ അല്ലെങ്കിൽ അല്പമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണം എന്നുള്ളതാണ്. ചില ആളുകളുണ്ടല്ലോ, മക്കളുടെ ഭൗതികമായ കാര്യങ്ങൾ മാത്രം, അവരുടെ ജോലി, അവരുടെ സമ്പത്ത്. ഖുർആൻ എന്താ പറഞ്ഞത്? സമ്പത്തും സന്താനങ്ങളും എന്താണെന്ന് പറഞ്ഞത്? പറയൂ. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. അത് ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരമാകുന്നതാണ്. സമ്പത്തും സന്താനങ്ങളൊക്കെ ഖുർആനിൽ സൂറത്ത് ഷൂറയിൽ വേറെ ആയതുണ്ടല്ലോ, യൗമലാ യംഫഉ മാലും വലാ ബനൂൻ. സമ്പത്തും സന്താനങ്ങളും ഉപകരിക്കാത്ത ദിവസം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മക്കളോട് കാരുണ്യം കാണിക്കണം. മക്കളോട് കാരുണ്യം കാണിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീം വാങ്ങിക്കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് എന്ത് ചെയ്യണം? നമ്മൾ ഓതുമ്പോൾ അവരെയും വിളിക്കുക, ഒന്നിച്ചിരുന്ന് ഓതുക. നമുക്ക് കുറച്ച് ഹിഫ്ലൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ സബ്ബീസ് അറിയുന്ന ആളുകൾ ഇതിൻ്റെ കൂട്ടത്തിലുണ്ടാവും, തബാറക്ക് അറിയുന്ന ആളുകളുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യാം? എൻ്റെ ഹിഫ്ല് നോക്കാൻ, എനിക്കൊരു മനപ്പാട് അറിയുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? നമ്മൾ മക്കൾക്ക് മുമ്പിൽ ഓതി കൊടുക്കുക. തെറ്റുണ്ടോ എന്ന് നീ കണ്ടുപിടിക്കണം എന്ന് പറയാം.
എന്നിട്ട് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, അവരുടെ ഹിഫ്ള് നോക്കുക. ഇങ്ങനെയൊക്കെ മക്കളുടെ കൂടെ കുറച്ച് സമയം നമ്മൾ ചെലവഴിക്കണം. അതിനെന്ത് വേണം? നമ്മുടെ രക്ഷിതാക്കൾ, സഹോദരിമാർ, ഉമ്മമാർ സമയം കണ്ടെത്തണം. അത് മോശമായിട്ടുള്ളൊരു ഏർപ്പാടായിട്ട് കാണരുത്. അത് നല്ല കാര്യമാണ്. മക്കൾക്ക് മതപരമായിട്ടുള്ള ശിക്ഷണം നൽകുക എന്നുള്ളത്. ഇതല്ല എങ്കിലോ നിങ്ങൾക്കറിയോ, നമ്മുടെ നാട്ടിലൊക്കെ ഈ MD MA എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. ഈ ഡോക്ടർ ഡിഗ്രിയൊക്കെ പറയുമ്പോൾ MBBS MD എന്നൊക്കെ എഴുതുന്നത് പോലെ മയക്കുമരുന്ന് അതിനൊക്കെ അടിമപ്പെട്ടിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ ഇപ്പോൾ ധാരാളമായിട്ട് കേൾക്കുന്നതാണ്. ഞാൻ പുതുതായിട്ട് പറയല്ല, ഹൈസ്കൂളിലും +2-നും കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ വിവിധ രൂപത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് ദീനീബോധം കൃത്യമായിട്ട് കൊടുത്തില്ലെങ്കിൽ ഈ മക്കൾ നമ്മുടെ ശത്രുക്കളായിട്ട് മാറും എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, മക്കൾ അവർ ശത്രുക്കളായി മാറിയേക്കാന്നാണ്. അപ്പം അവർ മിത്രങ്ങളായി മാറണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെയാണ് മദ്രസയുടെ പ്രാധാന്യം, അവിടെയാണ് ഈ മദ്രസ അധ്യാപകരുടെ പ്രാധാന്യം എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവർ രാവിലെ അവർക്ക് പല പ്രശ്നങ്ങളുണ്ടാകാം, പക്ഷേ അതൊക്കെ ഒഴിവാക്കിയിട്ട് അവരെന്ത് ചെയ്യുന്നു? ഈ സ്ഥാപനം ഒന്ന് തുറന്ന് അവർക്ക് അറിവ് നേടിക്കൊടുക്കാൻ, മതപരമായ വിജ്ഞാനം നേടിക്കൊടുക്കാൻ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കണം. ഇത് ഒരു സ്കൂളിനെ പോലെ, അല്ലെങ്കിൽ നമ്മൾ കറണ്ട് ബില്ല് അടക്കുന്നത് പോലെ അതങ്ങനെ കൊടുത്ത് വീട്ടുക ആ രൂപത്തിലല്ല, സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ മദ്രസയെ കാണണം. അങ്ങനെയാണ് നമ്മളെന്ത് ചെയ്യുന്നു? വാഹനത്തിൽ പെട്രോൾ അടിക്കുന്നു, അതിൻ്റെ ക്യാഷ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഫോൺ ബില്ല് അടക്കുന്നു എന്നതുപോലെ ഒരു കൊടുക്കൽ വാങ്ങൽ മാത്രമല്ല, മദ്രസ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണം. അതാണ് സത്യത്തിൽ വേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് രൂപത്തിലും ഭാവത്തിലും സമൂഹത്തിൽ അധർമ്മങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. നിങ്ങൾ നോക്കൂ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ. എന്താണ് ആ പ്രാർത്ഥന? പറയൂ. മക്കൾക്കും കുടുംബത്തിനുള്ള പ്രാർത്ഥന എന്താ? ആർക്കാ പറയാൻ പറ്റുക? റബ്ബനാ ഹബ് മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അതെ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഇണകളിൽ നിന്നും മക്കളിൽ നിന്നും കൺകുളിർമ പ്രദാനം ചെയ്യണമേ. എന്താണ് ഈ കൺകുളിർമ എന്ന് പറഞ്ഞാൽ? ആ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാനായിട്ടുള്ള ഇമാം അബൂ ജഅഫർ തിബ്രി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീർ രേഖപ്പെടുത്തുകയുണ്ടായി. ഈ കൺകുളിർമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി A+ ഒക്കെ വാങ്ങി, അല്ലെങ്കിൽ പരീക്ഷയിൽ ഒരു സമ്മാനമോ സർട്ടിഫിക്കറ്റോ ഒക്കെ ആയിട്ട് സന്തോഷത്തോടു കൂടെ വരുന്ന ഒരു കാഴ്ച മാത്രമല്ല, ഈ ആയത്തിന്റെ വെളിച്ചത്തിൽ കാണാം ഒരു മനുഷ്യൻ അൽ മുഅ്മിനു യറ, സത്യവിശ്വാസി കാണുകയാണ്, വലദഹു ഔ സൗജതഹു, അവന്റെ സന്തതി അല്ലെങ്കിൽ ഇണ അതെന്ത് ചെയ്യുന്നു? ഫീ ത്വാഅത്തില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ പുണ്യകർമ്മം ചെയ്യുന്നത് ഈ സത്യവിശ്വാസിയായ മനുഷ്യനെ കാണാൻ. അത് കാണുമ്പോണ്ടാകുന്ന ആ ഒരു ഈമാനികമായിട്ടുള്ള ആ ഒരു വികാരം, അതാണ് കൺകുളിർമ എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ നോക്കൂ, അതായത് ഇപ്പോൾ നമ്മൾ മാതാപിതാക്കൾ, നമ്മുടെ മക്കൾ എന്ത് ചെയ്യുന്നു? അവർ സമയമായാൽ അവർ പള്ളിയിൽ പോവുകയാണ്, അല്ലെങ്കിൽ വൈകുന്നേരം ഖുർആൻ എടുത്ത് ഓതുകയാണ്, അല്ലെങ്കിൽ ഒരു സൂറത്തിൻ്റെ അർത്ഥം വായിക്കുകയാണ്. അതല്ലെങ്കിൽ മുതിർന്ന മാതാവോ പിതാവോ നമ്മുടെ ഉപ്പയൊക്കെ ഉണ്ടാവും, അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുകയാണ്. ഇതൊക്കെ ഇങ്ങനെ ഇബാദത്തുകൾ, നന്മകൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്നൊരു സന്തോഷം, അതാണ് കൺകുളിർമ. അങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥന മാത്രമല്ല, എന്തെല്ലാം പ്രാർത്ഥനകളാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുള്ളത്. ചില പ്രാർത്ഥനകൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. മക്കൾക്ക് വേണ്ടി, എല്ലാ നന്മയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. മക്കളിൽ നിന്ന് കൺകുളിർമ ഉണ്ടാകാൻ വേണ്ടി എന്ന് പറയുമ്പോൾ അവരുടെ ഇഹപര നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവർക്ക് ആരോഗ്യം ഉണ്ടാകാനും സമ്പത്തുണ്ടാകാനും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കണ്ട എന്നല്ല ഞാൻ പറയുന്ന ചുരുക്കം, തീർച്ചയായിട്ടും അതൊക്കെ പ്രാർത്ഥിക്കണം. അവർക്ക് രോഗങ്ങൾ വരാതിരിക്കാൻ പ്രാർത്ഥിക്കണം. പക്ഷേ അതുപോലെ എന്ത് വേണം? ദീനീബോധം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകളിൽ ഇനി നിർബന്ധമായും ഉണ്ടാകേണ്ട ഒന്നെന്താ? എൻ്റെ മക്കൾ ഏകദൈവ വിശ്വാസികളാകണം, അവരിൽ ശിർക്ക് വരാത്ത കറകളഞ്ഞ ഏകദൈവ വിശ്വാസികൾ. മനസ്സിലാക്കണം, അത് അടിവരയിട്ട് മനസ്സിലാക്കണം. അനാചാരങ്ങൾ, ബിദ്അത്തുകൾ
നമ്മളൊക്കെ മുമ്പ് കാലത്തൊക്കെ എന്താണ് ശക്തമായ ബിദ്അത്തിനെ എതിർത്തിരുന്നു. ഇപ്പോൾ മതപരമായ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ചുരുങ്ങി, സമ്മേളനങ്ങൾ, ക്യാമ്പുകൾ, ഇതൊക്കെ എന്താണ് ചുരുങ്ങി. അധികം ഈ വാട്സപ്പും അതുപോലെ ഇതുപോലുള്ള കാര്യങ്ങളാണ്. ഇതൊന്നും ആളുകൾ കേൾക്കാൻ തയ്യാറില്ല. മതപരമായിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് ആളുകളെ കേൾക്കുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ബിദ്അത്തൊക്കെ അതൊക്കെ ആകാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു സമസ്തയുടെ പള്ളിയിൽ പോയി അവിടെ നമസ്കാരം ചെയ്യുന്ന കൂട്ടുപ്രാർത്ഥന ഉണ്ട്, അത് പ്രാർത്ഥനയല്ലേ, ദിക്റല്ലേ എന്ന് വിചാരിച്ചിട്ട് അതിലും പങ്കെടുക്കാം എന്നുള്ള ഒരു മനസ്ഥിതിയിലേക്ക് നമ്മുടെ മക്കൾ വന്നാൽ, ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല. ബിദ്അത്തിന്റെ അപകടം എത്രയാണ്? അള്ളാഹിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗവാസികൾക്ക് കൊടുക്കുന്ന ആ പാനീയുണ്ടല്ലോ, അതിന്റെ പേരെന്താ? ഹൗദുൽ കൗസർ അല്ലേ? അത് സ്വർഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് സ്വർഗത്തിന്റെ ഗേറ്റിന് മുമ്പിൽ വെച്ചിട്ട് നബി കൊടുക്കുന്നതാ. അതിന്റെ പ്രത്യേകതകളൊക്കെ കേട്ടില്ലേ? പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതും കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതുമായിട്ടുള്ള ആ പാനീയം അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികൾക്ക് ഇങ്ങനെ പകർന്നു കൊടുക്കും. അപ്പോഴതാ ഒരു വിഭാഗം ആളുകൾ വരികയാൻ. അവർ വരുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടെ വരികയാണ് ഇത് കുടിക്കാൻ. പക്ഷേ പ്രവാചകന്റെ അടുക്കിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യും? ഒരു മറ സ്ഥാപിക്കപ്പെടുമെന്ന നബിയുടെയും ആ ആളുകൾക്കും ഇടയിൽ. അപ്പൊ റസൂൽ പറയും, യാ റബ്ബു ഉമ്മത്തി ഉമ്മത്തി, എന്റെ നാഥ, എന്റെ സമുദായമാണ്, എന്റെ ഉമ്മത്താണവർ എന്ന് പറയും. അപ്പൊ അള്ളാഹിന്റെ റസൂലിനോട് പറയും, നബിയേ ഇന്നകലാ നിനക്കറിയൂല നിന്റെ കാലശേഷം അവരെന്തൊക്കെയാണ് അള്ളാഹിന്റെ ദീനിൽ പുതുതായി ഉണ്ടാക്കിയത് എന്ന് നിനക്കറിയൂല എന്ന് പറയാൻ. മതത്തില് പുതുതായ അനാചാരങ്ങൾ എന്തായാലും ശരി, അതൊക്കെ ചെയ്താൽ ആ ഹൗദുൽ കൗസർ കിട്ടൂല, മറ സ്ഥാപിക്കപ്പെടുമെന്നാണ്, അവരെ മടക്കപ്പെടുമെന്നാണ്. അതാണ് കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും വഴികേടാണ്, ദലാലത്താണ്. ദലാലത്ത് പറഞ്ഞർത്ഥം ഹിദായത്തിന്റെ വിപരീതമാണ്. ഹിദായത്ത് പറഞ്ഞർത്ഥം അള്ളാഹിന്റെ ദീനിൽ അടിയുറച്ച് നിൽക്കുക മരണം വരെ. അതിന് വിപരീതമാണെന്ത്? ദലാലത്ത്. ഹിദായത്ത് ഉള്ളവനാണെന്ത്? നല്ല മരണം. പരിശുദ്ധ ഖുർആൻ പറയുന്നില്ലേ, മരിക്കുന്ന ആ മലക്കുൽ മൗത്ത് വരുന്ന രംഗം ഖുർആൻ പറയുന്നുണ്ടല്ലോ. ഒരു സൂറത്തിന്റെ അവസാനം ഏത് സൂറത്താണെന്ന് പറയും? വൽ ഫജ്ർ വലയാലിൻ അശ്ർ. അതിന്റെ അവസാനത്തിൽ എന്താ പറയുന്നത്? യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, ഹേ സമാധാനമടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. സമാധാനമടഞ്ഞ ആത്മാവേ, നീ തൃപ്തിപ്പെട്ടുകൊണ്ട്, സ്വയം തൃപ്തവാനായിക്കൊണ്ട്, അള്ളാഹുവിന്റെ തൃപ്തി നേടിക്കൊണ്ട് നീ മടങ്ങുക. ഫദ്ഖുലി ഫീ ഇബാദി, എന്റെ ദാസന്മാരുടെ കൂടെ നീ അവരുടെ കൂട്ടത്തിൽ പ്രവേശിച്ചു കൊള്ളുക. വദ്ഖുലി ജന്നതി, എന്റെ സ്വർഗത്തിൽ നീ പ്രവേശിച്ചു കൊള്ളുക. അപ്പോൾ അങ്ങനെ മരിക്കണമെങ്കിൽ നമ്മൾ ആലോചിക്കണം. വിശുദ്ധ ഖുർആനിൽ വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്, സൂറത്ത് ഫുസ്സിലത്തിൽ പറയുന്നുണ്ടല്ലോ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. തീർച്ചയായും ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണ് എന്ന് പറഞ്ഞിട്ടുള്ള അടിയുറച്ച് വിശ്വസിക്കുന്നവർ കേവലം പറയല്ല. എന്നിട്ടോ സുമ്മസ്തകാമു, നേരെ ചൊവ്വ ജീവിക്കുന്ന ആളുകൾ, ശിർക്ക് ചെയ്യാതെ, കുഫ്ർ ചെയ്യാതെ, അധർമ്മങ്ങൾ പ്രവർത്തിക്കാതെ, അനാചാരങ്ങൾ ചെയ്യാതെ, ബിദ്അത്തുകൾ ചെയ്യാതെ, ഹറാം ഉപയോഗിക്കാതെ നേരെ ചൊവ്വ ജീവിക്കുക. അങ്ങനെയുള്ള ആളുകൾ, ആ ആളുകൾക്കുണ്ടല്ലോ അന്ത്യശ്വാസം, മലക്കുൽ മൗത്തും സംഘവും വന്നിട്ട് അത് എടുക്കുമ്പോൾ അവർ പറയാൻ എന്താ പറയുന്നത്? അല്ലാ തഖാഫൂ, നിങ്ങൾ ഭയപ്പെടരുത്, വലാ തഹ്സനൂ, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. ഭയപ്പെടേണ്ടതില്ല പറഞ്ഞാലേ, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഖബറിൽ നിങ്ങൾക്ക് ഭയം വേണ്ട, നിങ്ങൾക്ക് നിങ്ങളെ ബർസഖിയായ ലോകത്ത് ഭയം വേണ്ട, ദുഃഖിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാലോ, നിങ്ങളെ ഭാര്യൻ്റെ കാര്യം ഓർത്തുകൊണ്ട്, മക്കളുടെ കാര്യം ഓർത്തുകൊണ്ട്, അവർ പിഞ്ചു മക്കളാണെങ്കിൽ അവരുടെ കാര്യത്തിലൊന്നും വിഷമം വേണ്ട. പിന്നെന്താ?
വഅബ്ശിറൂ ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷം കൊള്ളുവിൻ എന്ന് മലക്കുകൾ അവരോട് പറയുന്ന അങ്ങനെ മരിക്കണം. അങ്ങനെ റാഹത്തോടുകൂടെ ഈമാനോടുകൂടെ റബ്ബിന്റെ തൃപ്തിയോടുകൂടെ മരിക്കണം. അതിന് പ്രിയമുള്ളവരെ, നമ്മൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ സ്വയം നന്നാകുന്നതോടൊപ്പം അങ്ങനെയാണ്. ഒട്ടനവധി കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ മക്കളുടെ ഹിദായത്തിന് വേണ്ടി, അവർക്ക് അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടാണല്ലോ സഹീഹ് മുസ്ലിമിൽ ഒരു പ്രാർത്ഥന, ഞാൻ അവസാനിപ്പിക്കാൻ ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ. അള്ളാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിക്കണം, റബ്ബേ എനിക്ക് നീ ഹിദായത്ത് തരണേ. നബിയേക്കാൾ വലിയ ഹിദായത്ത് കിട്ടിയ ആളാരാണ്? എന്നിട്ടും നബി അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ ദീന്, ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആരും ചെറുതായി കാണേണ്ടതില്ല, നിസ്സാരമായി കാണണ്ട. നമ്മൾ ശക്തമായിട്ട് നല്ല മതബോധമുള്ള ആളുകളായിട്ട് മാറേണ്ടതുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ. നാഥാ എനിക്ക് ഹിദായത്ത് തരണേ, എനിക്ക് ഭക്തി തരണേ, തഖ്വ തരണേ. അതാണ് രണ്ടാമത്തേത്, ഭക്തിയെ അത് തരണം. നമുക്ക് നമസ്കാരത്തിൽ ഭക്തി ഉണ്ടോ? നമുക്ക് എവിടെയാണ് ഭക്തി ഉള്ളത്? നമ്മൾ പിന്നെ അതൊക്കെ നമ്മൾ വേറെ പറയേണ്ടതാണ്. അതുപോലെ ജീവിതത്തിൽ ഒരു ലൈംഗിക രംഗത്തൊക്കെയുള്ള അച്ചടക്കം, അതാണ് അഫാഫ് വൽ ഗിനാ, ഐശ്വര്യം. അപ്പുറത്ത് താമസിക്കുന്ന ആളെപ്പോലെ നമുക്ക് കോടികൾ സമ്പാദ്യം നമുക്ക് ഉണ്ടായിക്കണമെന്നില്ല. നമുക്ക് ചിലപ്പോൾ 10,000 രൂപയായിരിക്കാം. അപ്പം അത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ധന്യരായിക്കൊണ്ട് ജീവിക്കാനുള്ള ഒരു തൗഫീഖ് റബ്ബേ എനിക്ക് നീ പ്രദാനം ചെയ്യണമേ എന്നാണ്. അതാണ് പ്രാർത്ഥനകളുടെ അർത്ഥം. അപ്പം ഞാൻ ചുരുക്കുന്നു, സഹോദരങ്ങളെ, നമ്മൾ നഷ്ടക്കാരായി മാറിക്കൂടാ. എങ്ങനെയാണ് നഷ്ടക്കാർ? നമ്മൾ മരിച്ചാൽ നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി മയ്യത്ത് കുളിപ്പിക്കാനോ നമസ്കരിക്കാനോ നമ്മുടെ മയ്യത്ത് ചുമക്കാനോ അതിൻ്റെ കൂടെ വരാനോ അതിനൊന്നും തയ്യാറാകാത്ത മക്കൾ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ നഷ്ടം എന്താ? നബി പറഞ്ഞല്ലോ, ഒരാൾ മരിച്ചാൽ 2-3 കാര്യങ്ങളാ ബാക്കിയാകാം. അതിലൊന്നെന്താ? എല്ലാ അമലുകളും നിന്നു പോകും. 3 കാര്യങ്ങൾ ബാക്കിയാവും. അതിൽ ഒന്നെന്ന് പറയുന്നത് ഈ സ്വാലിഹായിട്ടുള്ള മക്കൾ, ആണാവട്ടെ പെണ്ണാവട്ടെ, എനിക്ക് പ്രാർത്ഥിക്കാണ് മരിച്ചുപോയ വാപ്പാക്ക് വേണ്ടിയിട്ട്. വലതുൻ സ്വാലിഹുൻ യദഊലഹുന, സ്വാലിഹായിട്ടുള്ള മക്കൾ, അവർ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അത് അങ്ങനെ പ്രാർത്ഥിക്കണമെങ്കിൽ എന്ത് വേണം? ഈ ചെറുപ്പത്തിലുണ്ടല്ലോ ഏറ്റവും കൂടുതൽ വിജ്ഞാനം ആർജിക്കാൻ ഉതകുന്ന ഒരു സമയമാണ് ചെറുപ്പകാലം. അതുകൊണ്ടാണല്ലോ എല്ലാ വിദ്യാലയങ്ങളും ചെറുപ്പത്തിൽ, അല്ലെങ്കിൽ ഒരു 10-50 വയസ്സായിട്ട് സ്കൂളിൽ പോയാൽ മതിയല്ലോ. അപ്പോൾ ഈ ചെറുപ്പത്തിൽ വലിയ പ്രാധാന്യം ഉണ്ടാവും. ഇപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ദീനി വിദ്യാഭ്യാസം നൽകണം. രാവിലെ തന്നെ എങ്ങനെയാണ് കുട്ടീനെ സ്കൂളിൽ മദ്രസക്ക് പറഞ്ഞേക്കുക എന്ന് വിചാരിച്ച് നമ്മൾ മടി കാണിക്കാൻ പാടില്ല. അത് കുട്ടിനെ ബുദ്ധിമുട്ടാക്കുകയല്ല, അത് അവരുടെ ഭാവിക്ക് അനിവാര്യമാണ്. അപ്പം അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബം ഒന്നിച്ച് സ്വർഗത്തിൽ പോകുന്ന, അല്ലാഹു ഇഷ്ടപ്പെടുന്ന കുടുംബമായി അനുഗ്രഹിക്കുമാറാവട്ടെ. മദ്രസയോടും ദീനിനോടും അതുപോലെ വിശുദ്ധ ഖുർആനിനോടും ഒക്കെ സ്നേഹമുള്ള, ഹൃദയത്തിൽ നിന്നുള്ളൊരു ബന്ധം, ഹൃദയബന്ധം ഉണ്ടാവണം. ആരോട്? ദീനിനോടും മദ്രസയോടൊക്കെ. അങ്ങനെയുള്ള ആളുകളായി നമ്മെ അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم وارحمنا إنك أنت أرحم الراحمين. صلى الله وسلم على نبينا محمد والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.